കർണാടകയിലെ ശിരൂരിൽ നടന്ന ആ ഒരു മണ്ണിടിച്ചിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ന്യൂസുകളിലും മറ്റും വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ അവിടെ തെരച്ചിലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ മാത്രമല്ല, മറ്റു 2 വ്യക്തികൾ കൂടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ 3 പേർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ വളരെ വലിയ രീതിയിൽ തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യം വരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നുകൂടെ അർജുനെ അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏകദേശം 6 ദിവസം ഇപ്പോൾ പിന്നിട്ടു എന്നുള്ളതാണ്. ഇതുവരെ അർജുനെ അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വരുന്നത്. അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഇപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു അർജുന് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് കുറച്ച് മുൻപുള്ള ഒരു വീഡിയോ ആണത്. ആ ഒരു പ്രദേശം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അവിടെയുള്ള അവസ്ഥകളും കാര്യങ്ങളും എങ്ങനെയാണ് ആ ഒരു സ്ഥലം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ജസ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാകും ആ ഒരു സ്ഥലത്തിന്റെ എത്രത്തോളം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു മണ്ണിടിച്ചിൽ എത്രത്തോളം ഭീകരമായിട്ടുള്ളതാണെന്ന്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കുറച്ച് മുൻപുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ റോഡും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിലെ ചെരിവെന്ന് പറയുന്നത്, ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗം എന്ന് പറയുന്നത് അത്രയും മണ്ണ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ചെരിഞ്ഞ് സ്ലോപ്പായിട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. പിന്നെ കൂടാതെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അവിടെ ഒരു വീട് പോലെ എന്തോ ഒരു സാധനമുണ്ട്. വീടല്ല, ഹോട്ടലാണ്. നേരത്തെ പറഞ്ഞ ഒരു ധാബ ആകാനാണ് സാധ്യത. അതായത് ലോറിക്കാർ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് അവർക്ക് ചായ അതുപോലെയുള്ള ചെറിയൊരു കച്ചവടം എന്ന രീതിയിൽ നടക്കുന്ന ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു. ആ വീടൊക്കെ ഒരു മണ്ണിടിച്ചിലിൽ തകർന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ആ വീടായിരിക്കാം ഇത്. കുറച്ച് മുൻപുള്ള വീഡിയോ ആണ്. ഇനി മറ്റേതെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഒരു പക്ഷേ അതാവാനാണ് സാധ്യത. അപ്പോൾ ഏതായാലും ഇവിടെ ആ ഒരു വീടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രദേശം കണ്ടാൽ തന്നെ മനസ്സിലാകും ഇപ്പോൾ അവിടെ എന്തോ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. അവിടെ വളരെ വലിയ രീതിയിലുള്ള കല്ലും കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കല്ല് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രയോ വലിപ്പമുള്ള ഒരു കല്ലാണ് അവിടെ ആ റോഡിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നിച്ച് ഈ ഒരു മണ്ണ് ഇടിഞ്ഞു വരുന്ന സമയത്ത് ലോറിയുടെ മേലൊക്കെ ഇത്തരത്തിലുള്ള വലിയൊരു കല്ല് തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തെറിച്ചു പോകുമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭാരത് ബെൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എത്രയോ ഭാരമുള്ള വലിയ ടൺ കണക്കിനുള്ള കല്ല് വന്ന് വീണാൽ പോലും ഭാരത് ബെൻസിന്റെ റൂഫിന് ഒന്നും പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ കല്ലൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശേഷി ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവിടെയുള്ള അവസ്ഥകൾ കുറച്ചുകൂടെ ഭയാനകരമാണ് എന്നുള്ളതാണ്. ആ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് നിസാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും ദിവസം അതൊരു നിസാരമായിട്ട് കണ്ടു എന്നുള്ളതാണ് വാർത്തകളും മറ്റും പുറത്തു വിടുന്നത്. കാരണം ഈ ഒരു 2-3 ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പോൾ തിരച്ചിലുകൾ വളരെ ഊർജിതമാക്കിയിട്ട്. അതിന് മുന്നേ ഒന്നും അത്ര വലിയ രീതിയിൽ കാര്യങ്ങൾ നടന്നിരുന്നില്ല എന്നുള്ളതാണ്. കാരണം 6 ദിവസം പിന്നിട്ട് കഴിഞ്ഞല്ലോ. 6 ദിവസത്തിന് ശേഷം ഇപ്പോൾ അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് ഈ ലോറി ആ മണ്ണിനടിയിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി വരികയാണ്. കാരണം അവിടെ ആ ഒരു പുഴയിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പിക്ചർ കൂടെ വെച്ച് തരുന്നുണ്ട്. ആ പുഴയിൽ നല്ലൊരു മൺകൂന ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ഒരു മൺകൂന തന്നെയാണത്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത്രയും വലിയൊരു മൺകൂന ഒരു പുഴയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മണ്ണ് ഒരു പക്ഷെ അതിലേക്ക് പോയിട്ടുണ്ടാകണം, ആ ഒരു പുഴയിലേക്ക് എത്തിയിട്ടുണ്ടാകണം. അപ്പോൾ ആ ഒരു ഭാഗത്തൊന്നും തിരച്ചിൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഒരു പക്ഷേ നാളെ ആ ഭാഗത്തും തിരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതൊക്കെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വാർത്തകളായി മാറിയിട്ടുണ്ട്. കൂടാതെ ആ ഒരു മൺകൂനയുടെ മുകളിൽ കുറെ അധികം അവശിഷ്ടങ്ങളും കാര്യങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നാളെ ആ ഒരു ഭാഗത്തേക്കൊക്കെ തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായേക്കുമെന്ന് കരുതുന്നുണ്ട്. ഏതായാലും മണ്ണ് ഇപ്പോൾ ഏകദേശം 90% അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ലോറിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവശിഷ്ടങ്ങളും കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പേര് നദിയിൽ ഇത്തരത്തിലുള്ള ഒരു മൺകൂന പ്രത്യക്ഷപ്പെട്ടതോട് കൂടിയിട്ട് നാളെ തിരച്ചിൽ അങ്ങോട്ട് കൂടെ ആകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും അവിടെയുള്ള ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അവിടെയുള്ള ആ ഒരു മണ്ണിടിച്ചിൽ നിസാരമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. വളരെ അത്രയും ഭീകരമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അർജുനെ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. കാരണം ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ഭാരത് ബെൻസിന്റെ ആളുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ റൂഫിന് മേലെ ടൺ കണക്കിനുള്ള കല്ല് വന്ന് വീണ് കഴിഞ്ഞാൽ പോലും അതിന്റെ റൂഫിനൊന്നും പറ്റത്തില്ല, വാഹനത്തിന്റെ ഉള്ളിലുള്ള ആൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ വണ്ടി ഓൺ ആയിരുന്നു, AC ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും AC ഇട്ടിരിക്കുമ്പോൾ നമ്മൾ സൈഡ് ഗ്ലാസ് ഒക്കെ പൊക്കിയിട്ടുണ്ടാകും. അപ്പോൾ കല്ലും മണ്ണും ഒന്നും ഉള്ളിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോറി ഒരു കാരണവശാലും നദിയിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ലോറി അർജുന്റെ ലോറി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അർജുൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ലോറി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ മണ്ണ് കുറേശ്ശെ വന്ന് ആ ഒരു ലോറി മൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് വളരെ വലിയ രീതിയിലുള്ള
മണ്ണിടിപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ലോറിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ലോറി നിർത്തിയിട്ട ഭാഗം നിറഞ്ഞതിന് ശേഷം മാത്രമേ മണ്ണ് പിന്നീട് അങ്ങോട്ട് അപ്പുറത്തേക്ക് കവിഞ്ഞു പോവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കാം വളരെ ശക്തിയോട് കൂടിയിട്ട് ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലോറിക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ അത് ചെറിയ രീതിയിലുള്ള ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ആ ലോറി മൂടിയിട്ടുണ്ടാകാം. അപ്പൊ ഏതായാലും ഇതിപ്പോ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. സൈന്യം വരെ അങ്ങോട്ട് എത്താൻ വൈകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അർജുനെ അവിടെ നിന്നും ജീവനോട് കൂടിയിട്ട് തന്നെ നമുക്ക് രക്ഷിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളം. ആ ഒരു കുടുംബവും അർജുനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഏതായാലും വളരെ ശുഭമായിട്ടുള്ള ഒരു വാർത്ത തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ.